ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഒരു കൊന്നപ്പൂവിൻ്റെ ഡിസൈൻ എങ്ങനെ വരയ്ക്കാമെന്ന് നിങ്ങളിലേക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ക്യാൻവാസാണ്. വൈറ്റ് ക്യാൻവാസ് ആയിരുന്നു. അതിനകത്ത് ഞാൻ ബ്ലാക്ക് കളറ് അക്രിലിക് കളർ കൊടുത്തിരിക്കുകയാണ്. അത് ഫിനിഷായിട്ടല്ല കൊടുത്തിരിക്കുന്നത്. ഒരു തടിയുടെ ഒരു പ്രതീതി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്കിനകത്ത് ഒരു വൈറ്റ് ലൈൻ വരുന്ന ലെവലിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ഇതിനകത്താണ് നമ്മൾ ഡിസൈൻ വരയ്ക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ളത് ബ്രഷാണ്. ഞാനിവിടെ 3 ബ്രഷ് എടുത്തിട്ടുണ്ട്, ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട്, റൗണ്ടും എടുത്തിട്ടുണ്ട്. അങ്ങനെ 3 അളവിലുള്ള ബ്രഷാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾക്ക് വേണ്ടുന്നത് അക്രിലിക് കളേഴ്സാണ്. ഇതിനകത്ത് ലെമൺ യെല്ലോ, സാപ്പ് ഗ്രീന്, വൈറ്റ്, ടൈറ്റാനിയം വൈറ്റ്, പിന്നെ ബ്ലാക്ക് കളർ വേണം നമുക്ക്. പിന്നെ പെയിൽ ഗ്രീനും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം അതിനകത്ത്. ഇതിൻ്റെ സൈഡിലായിട്ട് ഞാൻ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഒരു ബോർഡർ വൈസിൽ നമുക്ക് ഒട്ടിച്ചതിന് ശേഷം ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇല്ലെങ്കിൽ ബ്ലാക്ക് ഒന്നുകിൽ എനിക്ക് ഇതിനകത്ത് വൈറ്റ് ബോർഡർ ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാനിത് സൈഡിൽ ഒട്ടിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഫുള്ള് ക്യാൻവാസ് ബോർഡ് ഫുള്ള് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഫുള്ള് ബ്ലാക്കായിട്ട് കാണുമെങ്കിൽ അത് എൻ്റെ ആവശ്യമില്ല. ഇതെനിക്ക് ക്യാൻവാസിൽ ഒരു ബോർഡർ കിട്ടേണ്ടത് കൊണ്ടാണ് ഞാനിവിടെ സെല്ലോ ടേപ്പ് 4 സൈഡ് ഒട്ടിച്ചിരിക്കുന്നത്. ഇനി ഇതിനകത്ത് നമുക്ക് പെൻസിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ കൊടുക്കേണ്ടതുണ്ട്. ഒന്ന് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ തുടങ്ങുന്നത്. ഇവിടെ ഞാൻ യെല്ലോ പെൻസിലാണ് എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഔട്ട്ലൈൻ ബ്ലാക്കിൽ നമുക്ക് തെളിഞ്ഞണം. ഒന്നീ വൈറ്റ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ലൈറ്റ് കളറുള്ള പെൻസിൽ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ബ്ലാക്കും വൈറ്റും കൂടെ ചേർത്താണ് കമ്പ് വരയ്ക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഗ്രേ കളറിൽ നമുക്ക് കിട്ടും. അതാണ്, അതായത് കൊന്നയുടെ കമ്പിന് കറക്റ്റ് ഒരു ബ്ലാക്കായിട്ടൊന്നും നമുക്ക് വരുന്നില്ല, ഒരു ഗ്രേ കളർ പോലെ. ശ്രദ്ധിച്ചാൽ അറിയാം കമ്പിന് ആ കളറാണ് നമുക്ക് ഉണ്ടാവുക. അത് ആ കളർ കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ബ്ലാക്കും വൈറ്റും കൂടെ ഗ്രേ ആക്കി മാറ്റിയത്. അങ്ങനെ നമ്മൾ ഇല ചെയ്യുകയാണ്. ഗ്രീൻ കളറാണ്. നമ്മൾ ഗ്രീനും ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടെ ചേർത്താണ് കൊടുത്തിരിക്കുന്നത്. ഒറ്റ സ്ട്രോക്കിൽ അങ്ങ് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇലയെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി പൂവാണ് വരയ്ക്കുന്നത്. അതിന് റൗണ്ട് ബ്രഷാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഇലയെല്ലാം ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ പൂവ് ചെയ്യുകയാണ്. ലെമൺ യെല്ലോയാണ് എടുത്തിരിക്കുന്നത് ഞാൻ. റൗണ്ട് ബ്രഷിലാണ് ചെയ്യുന്നത്.
പൂവിൻ്റെ ഔട്ട്ലൈൻ എല്ലാം നമ്മൾ വൃത്തിയാക്കി ഇട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിനകത്ത് ആ നടുക്ക് ഭാഗത്ത് ഗ്രീനുമായിട്ട് ഒന്ന് ചേർത്ത് നമ്മൾ ലൈനർ ബ്രഷ് ഉപയോഗിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പൂ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി സൈഡിലൊക്കെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു യെല്ലോ ഇത് തന്നെ വെച്ച് കൊന്നപ്പൂവിൻ്റെ ഇതുള്ള കിടക്കുന്ന പോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കാണിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ചെറിയൊരു കിളിയേയും കൂടെ ഇതിനകത്ത് കൊള്ളിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് അതും കൂടെ ഒന്ന് ഫിനിഷ് ആവുന്നു. നമ്മളിപ്പം പിക്ചർ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ അരികിൽ ഞാൻ ആദ്യമേ പറഞ്ഞ സെല്ലോ ടേപ്പ് ഞാൻ ഒരു ബോർഡറിന് വേണ്ടി ഒട്ടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് ഇനി അത് നമുക്ക് ഇളക്കി നോക്കാം.